BJP ഈ സ്ഥലങ്ങളിൽ ജയിക്കുമോ പരാജയപ്പെടുമോ എന്ന കാര്യത്തിനേക്കാൾ അപ്പുറത്ത് സീരിയസ് ആയിട്ട് കാര്യങ്ങളെ കാണുന്ന ആളുകൾ, ജേർണലിസ്റ്റുകൾ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ അവർ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുന്നതാണ്. അതിനെന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ ഷൈന? അതിനുള്ളൊരു അന്തരീക്ഷമുണ്ടോ യഥാർത്ഥത്തിൽ കേരളത്തിൽ? എനിക്ക് തോന്നുന്നത് അതിനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ്. സത്യത്തിൽ എന്നെ ഏറ്റവും അലട്ടുന്നൊരു കാര്യം അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ BJP പറയുന്ന ഈ 2 സീറ്റിലും ജയിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, തൃശ്ശൂരായാലും തിരുവനന്തപുരമായാലും. പക്ഷേ അവരുടെ ഇപ്പം നിലവിലുള്ള അവരുടെ വോട്ട് ശതമാനം എന്ന് പറയുന്നത് 13% എന്തോ ആണ് നിലവിലേറ്റവും 2019 വോട്ട്. അതിൽ നിന്നും അവരെത്ര വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ഷനിൽ ഞാൻ നോക്കുന്നത്. 20 സീറ്റും UDF ജയിച്ചാലും 20 സീറ്റും LDF ജയിച്ചാലും അതിനേക്കാളും എന്നെ അലട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര കണ്ട് ഈ വോട്ട് ശതമാനം ഇവർ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. സബ്സ്റ്റാൻറ്റീവായിട്ട് വോട്ട് നമ്പർ കൂടാൻ സാധ്യതയില്ല. കാരണം പെർസെൻറ്റേജ് ഇത്രയധികം കുറഞ്ഞെടുത്ത് കാരണം ഇപ്പം എല്ലാവർക്കും കുറയും. അതിൻ്റെ അകത്ത് ഇപ്പം BJPക്കും അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു കുറവ് വരും. ആ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കുറവുണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കാം. കൂടിയില്ല എന്നതിൻ്റെ അർത്ഥം, സപ്പോസ് കൂടിയില്ല എന്നതിൻ്റെ അർത്ഥം അവരുടെ വോട്ട് കൂടിയില്ല എന്നുള്ളതല്ല. മറ്റുള്ളവർക്ക് കുറഞ്ഞതിന്റെ പ്രൊപ്പോർഷനായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. മറ്റുള്ളവർക്ക് കുറഞ്ഞ അത്ര ഇവിടെ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എടുക്കേണ്ടി വരും. അത് മാത്രമല്ല പല മണ്ഡലത്തിലും ഈ പറഞ്ഞ രീതിയിൽ ചെറുതായിട്ട് കുറയും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പത്തനംതിട്ടയിൽ 2.25 ലക്ഷത്തോളം വോട്ട് കഴിഞ്ഞ തവണ ലഭിച്ച സ്ഥലമാണ്. സബ്സ്റ്റാൻഷ്യേറ്റ് ആയിട്ട് കുറയും എന്നാണ്. ആലപ്പുഴ കുറച്ച് കൂടിയേക്കും. അതേസമയം അങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കൊല്ലത്ത് ഏതാണ്ട് സിംഹഭാവവും പ്രേമേന്ദ്രന് വോട്ട് പോവും. മണ്ഡലം ബൂത്ത് അടിസ്ഥാനത്തിൽ പറഞ്ഞ രീതിയിൽ പ്രവർത്തകരുണ്ട്. BJPയുടെ പ്രവർത്തകർ പ്രേമേന്ദ്രനാണ് വോട്ട് ചെയ്യുന്നത് എന്ന് തീരുമാനിച്ച് വോട്ട് ചെയ്യുന്ന പ്രവർത്തകരുണ്ട്. അവർക്ക് നിർദ്ദേശമുണ്ട്, അവരങ്ങനെ തന്നെയാണ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ പല സ്ഥലത്തും ഈ BJPയുടെ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുകയും ഇപ്പോഴും BJP പറഞ്ഞ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റും മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ശ്രമിക്കലും പല താല്പര്യങ്ങളുടെ പുറത്ത് വോട്ട് മാറ്റി ചെയ്യലും എല്ലാം ഇവർക്കുള്ളത് കൊണ്ട് തന്നെ പല സ്ഥലത്തും കുറേശ്ശെ കുറയും എന്നുണ്ട്. പക്ഷേ ഇതേപോലെ കൊല്ലത്ത് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും പല ആലപ്പുഴ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ചിലപ്പോൾ കൂടിയേക്കും. അത് എത്രമാത്രം കൂടുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ 2019 ഒരു ഘടകം, ശബരിമല എന്ന് പറയുന്ന ഒരു ഘടകപ്പില്ല. അപ്പൊ അതുകൂടി നമ്മൾ പരിഗണിച്ചു. ഇത്തവണ സത്യത്തിൽ BJPക്കാർക്ക് വന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു ത്വരയുണ്ടാക്കുന്ന സംഗതികളൊന്നും സേതോട്ടിനെന്തോ ചോദിക്കാൻ ഭരണവിരുദ്ധ വികാരത്തെ കുറിച്ച് ഞാൻ പറയുന്നത് LDFന്റെ ഇപ്പം ഇലക്ഷൻ റിസൾട്ട് എങ്ങനെ വന്നാലും വളരെ സ്ഥായിയായിട്ട് കേരളത്തിൽ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയം LDFനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതാണ്. ആ ഭരണവിരുദ്ധ വികാരം എന്ന് മാത്രമല്ല, അതിലൊരു പ്രത്യേകിച്ച് CPMനെതിരെയുള്ള ഒരു വലിയ ഇതുണ്ട്. അതായത് ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്ന മനുഷ്യരിൽ തന്നെ ഈ സർക്കാരിൻ്റെ സംവിധാനം, പ്രത്യേകിച്ച് CPMൻ്റെ സംവിധാനം ശരിയല്ല എന്ന് പറയുന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. ആ തോന്നലിനെ എനിക്ക് തോന്നുന്നു കൂടുതൽ ഇത് ചെയ്യുന്ന ഒരു സാധനം, കൂടുതൽ സംശയത്തിൻ്റെ ഒരു നിലയിൽ നിർത്തുന്ന ഒരു സാധനമായിരുന്നു ഇലക്ഷൻ്റെ ദിവസം LDF കൺവീനർ EP ജയരാജൻ്റെ പ്രസ്താവനയും, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളുമായിട്ട് കണ്ടു എന്ന് പറയുന്നു. ഇതെല്ലാം തന്നെ കേരളത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു BJP വിരുദ്ധതയും അല്ലെങ്കിൽ ഹിന്ദുത്വ ഫാസിസത്തിനെതിരായിട്ടുള്ള അവരുടെ ഒരു ആർഗ്യുമെൻറ്റിനെ, അവരെ മോറലി അവരെ ദുർബലപ്പെടുത്തുന്ന ഒരു സാധനമല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനെ എങ്ങനെ കാണുന്നു ശ്രീജിത്ത്? അല്ല, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം 2021 ഇലക്ഷന് മുമ്പായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് മീഡിയയും അല്ലെങ്കിൽ വളരെ ഏതാണ്ട് 1 വർഷത്തോളം നീണ്ടു നിന്ന മീഡിയ ട്രയലിന് ശേഷമാണ് 2021 നിയമസഭാ ഇലക്ഷനെ ഇടതുപക്ഷം നേരിടുന്നത്. ഇതേ വലിയ തോതിലുള്ള ആരോപണങ്ങൾ എല്ലാം രംഗത്തുണ്ടായിരുന്നു. പക്ഷേ അക്കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏതാണ്ടൊരു 1 വർഷത്തോളം കാലത്ത് ഏതാണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് ഈ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തൊരു ജനത ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊക്കെ വൈകുന്നേരം നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ വീടിൻ്റെ പരിസരങ്ങളിലൂടെ നടക്കാൻ പോകുന്ന നമ്മൾ ഈ നടക്കുന്ന ഈ വഴികളിൽ ഉടനീളം പല വീടുകളിൽ നിന്നും ഈ ടെലിവിഷൻ്റെ ശബ്ദവും ഈ 6 മണിക്ക് ശബ്ദം. ഞാൻ എത്രയോ ദിവസം വൈകുന്നേരം ഇത് കേട്ട് ആ പത്രസമ്മേളനം കഴിയണ സമയത്തേക്ക് തിരിച്ച് എത്തിയിട്ടുണ്ട്. മുഴുവൻ സമയം വഴികളിലുടനീളം ഈ ശബ്ദം കേട്ടിട്ടുണ്ട്. ഡയറക്റ്റായിട്ടുള്ള ബെനിഫിഷ്യറീസ് ഉണ്ടായിരുന്നു ഇതേപോലെ പല സംഭവങ്ങളുടെ. ഈ ക്ഷേമ പെൻഷൻ ആയിക്കോട്ടെ, പലതരത്തിലുള്ള ദുരിതാശ്വാസങ്ങളുടെ ആയിക്കോട്ടെ, അതിൻ്റെ ബെനിഫിഷ്യറീസ് ഉണ്ടായിരുന്നു. ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേർന്നൊരു ഗവൺമെൻറ്റിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. ഇത്
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെല്ലാം ഈ പറയുന്ന മീഡിയ ട്രയലിനെയോ അഴിമതി ആരോപണങ്ങളെയോ എല്ലാം മറികടക്കാൻ തക്ക ശേഷി അക്കാലത്ത് ഇടതുപക്ഷ സർക്കാരിനുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ അതില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട വിഹിതം കിട്ടാത്തത് കൊണ്ടാണ് ക്ഷേമ പെൻഷൻ മുടങ്ങുന്നത് എന്നുള്ളത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നൊരു കാര്യമല്ല. അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്ക് മറ്റേ ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികളിലേക്ക് വരെ ഇത് പൂർണ്ണമായിട്ടും എത്തിക്കാനായിട്ട് പ്രശ്നമാണ്. ഇപ്പോൾ ആലത്തൂർ പോലുള്ളൊരു മണ്ഡലത്തിൽ വളരെ അധികം ഈ പറയുന്ന ബെനിഫിഷ്യറീസ് ഉള്ളതാണ്. നെല്ല് സംഭരണം ഉണ്ട്. നെല്ല് സംഭരണത്തിന് പ്രധാനപ്പെട്ട പ്രശ്നത്തിൻ്റെ ഉത്തരവാദി കേന്ദ്ര സർക്കാരാണ്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജനങ്ങളിലേക്ക് എത്തില്ല. ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ അടിത്തട്ടിൽ ഭയങ്കരമായിട്ടുണ്ട്. അത് കാരണം തന്നെ ഈ മീഡിയ ഉണ്ടാക്കുന്ന ഈ പ്രശ്നം, അതായത് ഗവൺമെൻറ്റിൻ്റെ അഴിമതിയെക്കുറിച്ചിട്ട് ഉള്ള പ്രശ്നം, പലതരത്തിലുള്ള ഈ ആൻറ്റി ഇൻകംബൻസി കുറച്ചുണ്ട്, സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഉണ്ടാകാനായിട്ടുള്ള വലിയ സാധ്യതകളുണ്ട്. ഇ.പി. ജയരാജൻ്റെത് അവസാന നിമിഷമായിരുന്നു. അത് എത്രമാത്രം മറ്റേ എലക്ഷനെ ബാധിച്ചിട്ടുണ്ട് എന്നറിയില്ല. ഒരുപക്ഷെ അത് ഒരാഴ്ചക്ക് മുമ്പായിരുന്നെങ്കിൽ വളരെ കടുത്ത, അതായത് ഈ ഇലക്ഷനിൽ ഏതാണ്ട് 20 സീറ്റും UDF കിട്ടാവുന്ന തരത്തിലേക്ക് വലിയൊരു എഫക്റ്റ് ഉണ്ടാക്കിയതിനെ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളിലെ അടിസ്ഥാനപരമായിട്ട് ഇതുവരെ ഇടതുപക്ഷവും CPM ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള രാഷ്ട്രീയ ധാർമ്മികതയെ അട്ടിമറിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്തെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ സ്വന്തം കാലിലേക്ക് വെടിവെക്കുന്ന ഒരു മുന്നണി കൺവീനർ സത്യം പറഞ്ഞാൽ കേരളത്തിൽ എവിടെ ഉണ്ടായില്ലെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം അന്നത്തെ ദിവസം തന്നെ വാർത്ത കാണുമ്പോൾ ഏഷ്യാനെറ്റിലോ മാതൃഭൂമിയിലോ ഏതോ 2 സ്ഥലത്തിലോ ഒരാൾ ഇതിനു മുമ്പ് പിന്നെ VS അച്യുതാനന്ദൻ KK രമയുടെ വീട് സന്ദർശിച്ചാണ് ഇത് കൊടുത്തത്. അതിന് ധാർമ്മികമായിട്ടുള്ളൊരു കാരണം ഉണ്ടായിരുന്നു. അതിന് ഇടതുപക്ഷ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാരണം അതിനകത്തുണ്ടായിരുന്നു. ഇത് ഏത് നിലക്കാണ് ഒരു മുന്നണി കൺവീനർക്ക്? അതെ, ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ 2021 മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ തലകുത്തി നിന്നിട്ടും അത് ഏൽക്കാതെ പോയതിൻ്റെ ഒരു കാരണം അന്ന് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് ഏറ്റുപറയാൻ ഒരു ഇ.പി. ജയരാജൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്ന് വെച്ചാൽ അന്ന് മാധ്യമങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളുടെ മുന്നിലുള്ളത് എന്താണ്? ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ശിവശങ്കരൻ എന്ന് പറയുന്ന ഒരു IAS ഓഫീസറെ ചോദ്യം ചെയ്യുന്നു, നിരന്തരമായി ചോദ്യം ചെയ്യുന്നു. യാതൊരു തെളിവുകളും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ ഇതൊരു വേട്ടയാടലാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുന്ന തരത്തിലുള്ളൊരു അന്തരീക്ഷം 2021 ഉണ്ടായിരുന്നു സ്വർണ്ണക്കടത്ത് കേസിനെ സംബന്ധിച്ചിടത്തോളം. മറുവശത്ത് ശ്രീത്ത് പറഞ്ഞ കുറേ ഘടകങ്ങൾ, ഒരു ജനക്ഷേമ സർക്കാർ എന്നുള്ള ഘടകങ്ങൾ. ഇത്തവണ അതല്ല. ഇതിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന വോട്ടെടുപ്പിൽ ജയരാജൻ്റെ വിഷയം അത്ര കണ്ട് പ്രതിഫലിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തൊട്ട് തലേന്നാണ് എന്നതുകൊണ്ട് തൊട്ട് തലേന്ന് ഉണ്ടാവുന്നൊരു വിഷയം അത് സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ അത് LDFന് ആശ്വസിക്കാവുന്ന ഒരു കാര്യമല്ല. ഇത് വരാനിരിക്കുന്ന വലിയ ചില അപകടങ്ങളുടെ ഒരു സൂചനയാണ്. ഇത് വിശ്വാസനഷ്ടമാണ്. LDFനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അത് LDFൻ്റെ മേളിൽ ജനങ്ങൾ അർപ്പിക്കുന്ന ഒരു വിശ്വാസം തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് 10 പേര് BJP പോകുന്ന പോലെ എല്ലാ CPMൽ നിന്നും ഒരാൾ BJP പോകുന്നത്. അതും അല്ലെങ്കിൽ ജയരാജൻ്റെ സ്റ്റേച്ചറിലുള്ള ഒരാൾ ഇങ്ങനെ അതെ കൺവീനറായിട്ടുള്ള ഒരാൾ, കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ ഈ പറയുന്ന തരത്തിലൊരു BJP നേതാവിനെ കണ്ടു, പിന്നെ വെറുതെ വീട്ടിൽ വന്നു ചായ കുടിച്ചു എന്നൊക്കെ പറയുന്നത് ആളുകളെ സംബന്ധിച്ചുള്ള ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കടത്ത് കേസുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത് അതിനേക്കാൾ വലിയ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ ക്ഷേമ പെൻഷൻ എന്നുള്ളത് ഇടതുപക്ഷ മുന്നണിയുടെ ഒരു വാഗ്ദാനമായിരുന്നു. നമ്മളതിനകത്ത് കാണേണ്ട മനുഷ്യൻ്റെ അന്തസ്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ സർക്കാരിൻ്റെ വക 1000 രൂപയായാലും ശരി മാസം കിട്ടുന്നു. ഒരു സാധാരണ മനുഷ്യൻ്റെ കേരളത്തിൽ ജീവിച്ചു പോകാൻ ആ പൈസ മതി. അതുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട് ധാരാളം. അവരുടെ അന്തസ്സ് എന്നുള്ളത് കഴിഞ്ഞ LDF സർക്കാർ ഉറപ്പുവരുത്തിയിരുന്നു. ഈ സർക്കാർ പറയുന്നത് ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പൈസ കിട്ടിയിട്ടില്ല. അതൊക്കെ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാരണങ്ങളാണ്. പക്ഷേ കേന്ദ്രത്തിൽ പണം കിട്ടിയാൽ ഞങ്ങൾ തരാം എന്നല്ല ഇടതുമുന്നണിയുടെ വാഗ്ദാനം. അതുകൊണ്ട് ആ വാഗ്ദാനം മനുഷ്യരുടെ അന്തസ്സ് എന്നുള്ള ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം ബോധ്യപ്പെടുത്താനുള്ള അത് മീറ്റ് ചെയ്യാനുള്ള ഉത്തരം അത് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളത് ക്ഷേമ പെൻഷനുള്ള പണം മാറ്റിവെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. കാരണം അത് 10-60 ലക്ഷം മനുഷ്യരുടെ അന്തസ്സിൻ്റെ പ്രശ്നമാണ്. കേരളത്തിൽ 20% മനുഷ്യരുടെ അന്തസ്സിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ അതിലൊരു സർക്കാരിനൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. ആ കമ്മിറ്റ്മെൻറ്റ് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള സംശയമുണ്ട്. ഞാൻ സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിൻ്റെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ധനകാര്യ കൂച്ചുവിലങ്ങളെക്കുറിച്ചും അത്യാവശ്യം ധാരണയുള്ള ആളാണ്. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും അതിനുള്ളൊരു വഴി കണ്ടെത്താനുള്ള
ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് വളരെ പെട്ടെന്ന്, അതൊരു തെരഞ്ഞെടുപ്പ് പ്രോമിസിൻ്റെ പ്രശ്നം മാത്രമല്ല, മലയാളി എന്ന നിലയ്ക്ക് നമ്മൾ കഴിഞ്ഞ 1-2 നൂറ്റാണ്ടായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തര സമരത്തിൻ്റെ കൂടെ ഒരു ഏറ്റവും നമ്മുടെ കൺമുമ്പിൽ ഏറ്റവും കാണാൻ പറ്റും ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ക്ഷേമ പെൻഷൻ എന്നുള്ളത്. അത് എൻ്റെ അവകാശമായിട്ട് 60 വയസ്സ് വരെ അധ്വാനിച്ചൊരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൻ്റെ അവസാനം അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ഒരു കാരണമാണ്. അതിൻ്റെ ഇമ്പോർട്ട് നമ്മുടെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയേണ്ടി വരും. അത് ധനകാര്യമന്ത്രി കൊടുക്കേണ്ട ഒരു കാര്യമല്ല. അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ ഈ പണം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. രണ്ടാമത്തെ കാര്യം EP ജയരാജൻ്റെത്. അത് ചെറിയ പ്രശ്നമല്ല. അടുത്ത 2 വർഷത്തേക്ക് CPM ഈ പ്രശ്നം എങ്ങനെ CPM നേരിടുന്നു എന്നുള്ളതാണ്. CPM-ൻ്റെ മുഴുവൻ രാഷ്ട്രീയ ക്രെഡിബിലിറ്റി ഇവിടെ പോരയ്ക്കാൻ വേണ്ടി പോവാണ്. ഇത് ചെറിയ കാര്യമല്ല. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പണ്ടൊരിക്കൽ നമ്മൾ MP രാജേഷ് പിന്നെ അദ്ദേഹത്തോടൊപ്പം പാർലമെൻറ്റിലുണ്ടായിരുന്ന അനുരാഗ് ഠാക്കൂറിനെ കണ്ടപ്പം അവരൊരുമിച്ച് പ്രതിപക്ഷ ബെഞ്ചിലിരുന്ന 2 MP-മാർ, 2 ചെറുപ്പക്കാരെ MP-മാർ ഞാൻ അദ്ദേഹത്തെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലുണ്ടായ രോഷം, അദ്ദേഹത്തെ ഡൽഹി പോയപ്പോൾ അനുരാഗ് ഠാക്കൂറിനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം വയലൻ്റ് ആയിട്ടാണ് നമ്മൾ പ്രതികരിച്ചത്. ഇപ്പോൾ ജയരാജനെ പരിചയമുള്ള ഒരാൾ കണ്ടതല്ലത്. ഇത് കേരളത്തിലെ ഒരു ക്രിമിനൽ ദല്ലാൾ എന്ന് പറയാവുന്ന ഒരാളുടെ സഹായം LDF CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ചോദിച്ചു, അല്ലെങ്കിൽ അയാൾ ആ സഹായത്തോടു കൂടി BJP-യുടെ നേതാവിനെ കണ്ടു എന്ന് പറയുമ്പം CPM 100% മനുഷ്യർക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള വിശദീകരണം കൊടുത്തിരിക്കണം. അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് പരമപ്രധാനമാണ്. അതിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഷായന പറഞ്ഞാൽ അതുണ്ട്. അതായത് ഇതിപ്പോൾ ഈ ഇലക്ഷനിൽ ഒരു പക്ഷേ 20 സീറ്റ് LDF നേടിയാലും ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അല്ല, അതാണ് ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഇത് 2 ഇൻഡിവിജ്വലിൻ്റെ അപജയമൊന്നുമല്ല. കേരളത്തിലെ CPM-നും ലെഫ്റ്റ് ഫ്രണ്ടിനും എതിരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ എന്തായിരുന്നു? BJP-യും CPM-ഉം തമ്മിലൊരു ഡീല് കേരളത്തിലുണ്ടെന്ന്, അന്തർധാരയുണ്ടെന്ന്. അതായിരുന്നു ഇത്തവണ. അത് ആദ്യമായിട്ട് അത് ഉന്നയിക്കുന്ന ചില പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് കക്ഷികളാണ്. അവരുടെ നിന്ന് അത് UDF മൊത്തമായിട്ട് ഏറ്റെടുക്കുന്ന ഒരു നിലയിലേക്ക് വരുന്നു. അങ്ങനെ ഒരു നറേറ്റീവ് നിൽക്കുമ്പോഴാണ് അതിനെ ഏതാണ്ട് സാധൂകരിക്കുന്ന നിലയിൽ ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത്. അത് മാത്രമല്ല, ഇതിന് ബദലായി CPM മുന്നോട്ട് വെച്ച നറേറ്റീവ് എന്താണ്? നിങ്ങൾ ഭദ്രമായൊരു ഇന്ത്യ മുന്നണി അവിടെ ഭരിക്കണമെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷത്തെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. കാരണം ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിട്ടാൽ BJP പോകില്ല എന്ന് ഉറപ്പുള്ളവരെ വേണം തെരഞ്ഞെടുക്കുക. ഇതായിരുന്നു ക്യാമ്പയിൻ. അത് ഇടതുപക്ഷാനുഭാവികൾക്ക് പോലും പ്രധാനപ്പെട്ടൊരു പോയിന്റ് ആയിരുന്നു അതാണ്. അതായത് ഈ പറയുന്ന പലതരം നെഗറ്റീവ് സംഗതികൾ ഉള്ളപ്പോഴും ഇതിനകത്ത് ഈ ഇലക്ഷനിൽ വളരെ കാര്യമായിട്ട് ഇടപെടണമെന്ന് പറഞ്ഞ് ഈ റോട്ടിലേക്ക് ആളുകൾ ഇറക്കിയത് മുഴുവൻ ഈ പോയിന്റാണ്. ആ പോയിന്റിന്റെ കടക്കലാണ് മുന്നണി കൺവീനർ കേന്ദ്ര കമ്മിറ്റി അംഗം വന്ന് കത്തിവെച്ചിട്ടുള്ളത്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയമായിട്ടുള്ള അടുത്ത 2 വർഷം മാത്രമല്ല, വളരെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇതിൻ്റെ അകത്ത് ഡിസ്കഷനിൽ വരും. അതിനെ പഴയതുപോലെ അവർക്ക് അങ്ങോട്ട് ഗ്ലോസ് ഓവർ ചെയ്യാനൊന്നും പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് UDF-ൻ്റെ കാര്യങ്ങളിലേക്ക് പോകണം. എനിക്ക് UDF സത്യത്തിൽ എൻ്റെ ഒരു തോന്നൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ വലിയ അധ്വാനിക്കൊന്നും ചെയ്യാതെ ഇങ്ങനെ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം പുറത്ത് നടക്കുന്നുണ്ട്. BJP വിരുദ്ധത, കോൺഗ്രസ് BJP-യിലേക്ക് ആളുകൾ ഒരുപാട് പോകുന്നു. പക്ഷേ അതൊക്കെ വളരെ ഈസി ആയിട്ട് കണ്ടു നിൽക്കുന്ന ഒരാളുകളായിരുന്നു കേരളത്തിലെ UDF-കാർ, കോൺഗ്രസ്സുകാരെന്നായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ വളരെ സജീവമായിട്ട് ഇടപെടുന്നൊരു ഫീല് നമുക്ക് കിട്ടി. അതായത് ഈ ഇലക്ഷനിൽ ഉറപ്പായിട്ടും കൂടുതൽ സീറ്റുകൾ പിടിച്ചേ പറ്റൂ എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. പിന്നെ ഈ സോഷ്യൽ മീഡിയ അവർ പ്രധാനമായിട്ടും വലിയ തോതിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ നമ്മൾക്ക് വിമർശനമൊക്കെ തോന്നുന്ന നിലക്കാണെങ്കിൽ പോലും ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സജീവമായിട്ടുണ്ടായിരുന്നു. എതിർ കക്ഷികളെ വലിയ തോതിൽ ശക്തമായിട്ട് ആക്രമിക്കാൻ അവർ മുതിർന്നു. UDF നല്ല നേട്ടം ഉണ്ടാക്കും എന്നുള്ള അവരുടെ പ്രതീക്ഷയ്ക്ക് എന്ത് കാരണങ്ങളായിരിക്കും ഉണ്ടാകുമെന്ന് ചെയ്ത് വിചാരിക്കുന്നത്? ആ കാരണങ്ങൾ UDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാഥമികമായിട്ടുള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത് ഇതേപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ലഭിച്ച അസാധാരണമായിട്ടുൽ ഒരു പിന്തുണയാണ്. ഒരു പിന്തുണ ഒരുപക്ഷെ കേരളത്തിൻ്റെ ഹിസ്റ്ററി തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഏതാണ്ട് നിയമസഭ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 120ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ പിന്തുണ അല്ലെങ്കിൽ UDF-ന് ഭൂരിപക്ഷം കിട്ടുന്ന തരത്തിലുള്ള അങ്ങനെ ഒരു ചരിത്രം കേരളത്തിൽ ഉണ്ടാകാത്ത തരത്തിലാണ് ഒരു പിന്തുണ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു ധൈര്യം അവർക്കുണ്ട്. പിന്നെ എന്ത് പറഞ്ഞാലും കേരളത്തിന് ഇപ്പോൾ LDF ആണെങ്കിലും പ്രചരണം നടത്തിയിട്ട് കൊണ്ടുവരുന്നത് മറ്റൊരു ബദൽ സർക്കാർ കേന്ദ്രത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മുന്നണിയിൽ കോൺഗ്രസ് ഉണ്ട്, അക്കാര്യത്തിലൊരു സംശയമില്ല. അതിൽ ആരുണ്ടാക്കിയാലും അതിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ ലീഡർഷിപ്പിലും നേതൃത്വത്തിലും ഉള്ളത് കോൺഗ്രസ് ആണ്.
രാഹുൽ ഗാന്ധി ഇതേപോലെ കേരളത്തിലുണ്ട്. അത് നമ്മൾ അതിനെ എത്രമാത്രം പറഞ്ഞാലും അത് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകുന്ന ധൈര്യം ചില്ലറയല്ല. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ എന്ന് പറയുന്ന ആത്മാർത്ഥത നിങ്ങൾക്ക് പറഞ്ഞാൽ പോരാ, അതിനേക്ക് അപ്പുറത്തേക്കുള്ള, അതായത് അതിന് വേണ്ടി പിന്തുണ നൽകുന്ന തരത്തിലേക്കുള്ള ഒരു ചരിത്രത്തിൽ ഉണ്ടാവില്ല. ഒരു ഇന്ത്യയിൽ തന്നെ ഒരു ഘടകകക്ഷി ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗുണമില്ലാത്ത ഇവരുടെ ചരിത്രപരമായി നോക്കിയാൽ മുസ്ലിം ലീഗിന് ദ്രോഹം മാത്രം ചെയ്തിട്ടുള്ള, അപമാനം മാത്രം ചെയ്തിട്ടുള്ള സ്പീക്കറായിട്ടുള്ള ആളെ പിടിച്ച് പുറത്താക്കി മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് വന്നാലേ സ്പീക്കറാക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. മന്ത്രിസ്ഥാനം എത്രയോ കാലമായിട്ട് നിഷേധിച്ചിട്ടുണ്ട്, കൊടി വലിച്ചു മാറ്റിയിട്ടുണ്ട്. ആ രീതിയിൽ അത്രമാത്രം ഒരു തരത്തിൽ അപമാനിച്ചിട്ടുള്ള മറ്റൊരു മുന്നണി നേതൃത്വത്തിന് വേണ്ടി ഇതുപോലെ സുഭാഷിനോട് കുട്ടേട്ടൻ ചെയ്തതിനേക്കാൾ വലിയ എത്രയോ വലിയ അതിന് നമ്മൾ അത് ഭയങ്കര പൊളിറ്റിക്കൽ വില്ലാണ്. അതിനിപ്പോൾ നമ്മൾ എന്ത് ലീഗിനോട് നമുക്ക് വേറെ പല കാര്യങ്ങളും പറയാം, പക്ഷെ അവരുടെ ആ പൊളിറ്റിക്കൽ വില്ലെന്ന് പറയുന്നത് അത് നിസ്സാരമല്ല. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ വില്ലാണ്. അത് അവർക്ക് പല സ്ഥലത്തും പ്രാദേശികമായിട്ട് CPM-നോടുള്ള വിരോധം എല്ലാം അതിൻ്റെ അടിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇടതുപക്ഷവും എല്ലാവരും പറയുന്ന ഇവിടെ ദേശീയ തലത്തിൽ പാർലമെൻറ്റിൽ ചെന്നിട്ട് പെർഫോം ചെയ്യാത്ത പല മറ്റേ MP-മാരും നാട്ടിൽ അത്യാവശ്യം ജനങ്ങളുടെ ഇടയിൽ അവരുടെ ഒരു ചെറിയ തരത്തിലുള്ള ഒരു ജനപ്രിയതയൊക്കെ നേടിയിട്ട് അവരവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ നോക്കിയിട്ട് പിന്നെ അതിനെല്ലാം ഉപരിയായിട്ട് UDF-നെ സംബന്ധിച്ചുള്ളത് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. ഈ ഇലക്ഷൻ കൂടി തോറ്റു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ വേറെ ഒന്നുമില്ല. അവർക്ക് മറ്റേ നിയമസഭാ ഇലക്ഷൻ തോറ്റു, മറ്റേ പഞ്ചായത്ത് തലത്തിലും വളരെയധികം അവർക്ക് തിരിച്ചടിയുണ്ട്. അങ്ങനെ ഒരു ഭരണമില്ലാത്ത കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും പഞ്ചായത്തിൽ പോലും അങ്ങനെ അധികം ഭരണമില്ലാതെ ഒന്നും ഇവർ അത്രയും കാലം പിടിച്ചു നിന്നിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടനാ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഓരോ പ്രവർത്തകരുടെയും ആവശ്യമാണത് ഇത് മുന്നോട്ട് പോവുക എന്നുള്ളത്. അത് കാരണം തന്നെ UDF വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. പക്ഷേ അവരുടെ ഒരു മുന്നണി സംവിധാനത്തിലൊക്കെ നമുക്കൊരു രാഷ്ട്രീയപരമായിട്ട് നമുക്കൊരു സന്തോഷം തോന്നും. എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ നിലനിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഫൈറ്റിംഗ് സ്പിരിറ്റിൽ നിലനിൽക്കുന്നുണ്ടല്ലോ, അതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിച്ച ആളെന്നാൽ ഷാഹിനിക്ക് എന്താണ് തോന്നുന്നത്? നേരത്തെ പറഞ്ഞ പോലെ കേരളം പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ UDF കോൺഗ്രസും ഒന്നും ചെയ്തില്ലെങ്കിലും കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതായത് ഇപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും, എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും ഇളകാത്ത മണ്ഡലങ്ങൾ എന്ന് ഇവിടെ അവകാശപ്പെടാൻ UDF-നേ ഉള്ളൂ, അത് LDF-നില്ല. LDF-ൻ്റെ മണ്ഡലങ്ങൾ എപ്പോഴും പലതരത്തിലുള്ള സിങ്ങുകൾക്ക് വിധേയമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ്സിന് ഭദ്രമായൊരു അടിത്തറയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. UDF-ന് ഈ പറഞ്ഞ പോലെ ലീഗിൻ്റെ സാന്നിധ്യം അതിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ശരിക്കും LDF-ന് എടുക്കേണ്ട അത്ര ഹാർഡ് വർക്ക് ശരിക്കും UDF-ന് പലപ്പോഴും എടുക്കേണ്ടി വരാറില്ല. ഒരു പണിയും എടുക്കാതെ ജയിക്കുന്ന മണ്ഡലങ്ങൾ ഉള്ള ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു മുന്നണിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ തോതിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കുറേ കൂടി എന്നുവെച്ചാൽ തുടക്കത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒക്കെ കൊള്ളാവുന്ന തരത്തിൽ ഉള്ള ഒരു സംഘടനാ സംവിധാനം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും CAA പോലെയുള്ള വിഷയങ്ങൾ, നമ്മളിപ്പോൾ പറയുന്ന പോലെ ഫീൽഡിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യം, CAA പോലെയുള്ള വിഷയങ്ങൾ വലിയ തോതിൽ ഇവരെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. പ്രത്യേകിച്ച് മലബാറിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ വളരെ ലോക്കൽ ലീഗുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തന്നെ വീടുകളിൽ പോയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ്. അതായത് സാധാരണ ലീഗുകാരുടെയൊക്കെ വീടുകളിലൊക്കെ ഇരിക്കുന്ന സാധാരണ മനുഷ്യരുടെ പോലും രോഷം ലീഗിനോടല്ല, കോൺഗ്രസിനോടാണ്. കോൺഗ്രസിനോട് വലിയ തോതിലുള്ളൊരു ഈ CAA-യുമായി ബന്ധപ്പെട്ടും പിന്നെ ഈ കൊടി എന്ന് പറയുന്നത് നമ്മൾ കാണാത്ത ഒരു ഇമ്പാക്റ്റ് അതിനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിനോട് വലിയൊരു ഇമോഷണൽ കണക്റ്റ് ഉണ്ടല്ലോ മനുഷ്യർക്ക്. സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ കൊടി എന്ന് പറയുന്നതിനോട് മനുഷ്യർക്ക് ഒരു വലിയ ഇമോഷണൽ കണക്റ്റ് ഉണ്ട്. കൂടുതൽ തവണ ഏറ്റവും ഉയരത്തിൽ വീശുന്ന സമയമാണ് തെരഞ്ഞെടുപ്പ് സമയം. അതെ 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 അതിലൊരു അപമാനമുണ്ട്. അത് മലബാറിലൊക്കെ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്തപ്പോൾ കണ്ടതാണത്. ആളുകൾക്ക് ഒരു ലീഗുകാരുടെ ഇടയിൽ വലിയൊരു അങ്കലാപ്പുണ്ട്. ഇപ്പം നമ്മളോട്
എന്നോട് പിന്നെ ഒരു ലീഗ് പ്രവർത്തകൻ പറഞ്ഞത് പിന്നെ നോമ്പ് കാലമാണല്ലോ, അപ്പോൾ നമ്മൾ നോമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാമെന്നാണ് തൽക്കാലം പറഞ്ഞിട്ടുള്ളത്. അതെ, പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ അണികളോട് പിന്നെ അനുഭാവികളോടൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു അത് ഈ ഒരു വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പക്ഷേ ലീഗ് കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ള അത്ര ഒരു ആവേശം കാണുന്നില്ല എന്നുള്ളതിന് ഇതൊരു വലിയ ഘടകമാണ്. ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ KMCC ഒക്കെ ആളുകളെ പിന്നെ ബ്ലോക്കായി കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുക എന്നുള്ളതൊക്കെ, പക്ഷെ അത് വടകരയാണ് അങ്ങനെ ഒരു പ്രകടമായി സംഭവിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. പക്ഷെ മറ്റു മണ്ഡലങ്ങളിൽ അത് മലബാറിൽ ഇത്തവണ കുറവാണ്. കാസർഗോഡൊക്കെ നമ്മളിപ്പോൾ കാസർഗോഡൊക്കെ ഉള്ള ആളുകളോട് സംസാരിച്ച് നോക്കുമ്പോൾ കാസർഗോഡൊക്കെ അത് കുറവാണ് ഇത്തവണ. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഇത് ദുബായിലെ ഫ്ലഡും മറ്റൊക്കെ ആയിട്ട് അവർക്ക് ട്രാവൽ പ്ലാൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ചൂട് പൊതുവെ വടകര പോലുള്ള ചില മണ്ഡലങ്ങൾ ഒഴിച്ചാൽ കുറവായിരുന്നു. ഇപ്പൊ നോമ്പുകാലത്തിന്റെ റീസൺ പറഞ്ഞ ചൂട്, നോമ്പുകാലം, അങ്ങനെ പല റീസൺസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വേറെ എന്തെങ്കിലും രാഷ്ട്രീയ കാര്യം അങ്ങനെ ശ്രദ്ധിച്ചിരുന്നു? അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഈ പ്രചരണത്തിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവുന്നില്ല എന്നുള്ള അത് ഇല്ല, ചൂട് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വെച്ചാൽ നമ്മൾ കാണുന്നത്. രാവിലെ ഒരു 10:11 ഇത് അവസാനിപ്പിക്കുകയും വൈകിട്ടൊരു 3:30-4 മണിക്ക് തുടങ്ങുകയും, ഇതിന്റെ ഇടയിലുള്ള സമയം എന്ന് പറയുന്നത് ഈ വീടുകളിൽ പോവുകയോ അല്ലെങ്കിൽ ആളുകളെ കാണുകയോ. പറഞ്ഞൊരു പോയിന്റ് എനിക്കും തോന്നി. അതായത് ഈ മൊത്തം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു മുൻകാലങ്ങളിൽ ഉണ്ടാകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് ഇതുപോലെ വലിയ ചർച്ചാ വിഷയങ്ങളുള്ള ഒരു കാലത്തിന്റെ ഒരു രാഷ്ട്രീയ സ്പിരിറ്റ് ഇത്തവണ ഫീൽഡിൽ ദൃശ്യമായിട്ടില്ല. ഫീൽഡിൽ കുറവാണ്, സോഷ്യൽ മീഡിയയിൽ കാണുന്ന അത്ര അത് ഫീൽഡിൽ കാണുന്നില്ല. പക്ഷെ വടകര പോലുള്ള മണ്ഡലങ്ങളിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അതിന് ഈ കാലാവസ്ഥ അതിനകത്ത് ഒരു പ്രധാന ഘടകമാണ്. അതിനൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിലുള്ള രാഷ്ട്രീയ ഘടകങ്ങൾ, നേരത്തെ പറഞ്ഞ തരത്തിലുള്ള രാഷ്ട്രീയങ്ങൾ മലബാറിലൊക്കെ നമ്മൾ കൂടുതൽ അങ്ങോട്ടാണ് യാത്ര ചെയ്തത്. അവിടെയൊക്കെ അത് ആ രാഷ്ട്രീയ ഘടകങ്ങൾ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യം. അതുപോലെ ഞാൻ UDF രാഷ്ട്രീയത്തിൽ ഈ തിരുവിതാംകൂർ കേരളത്തിൽ തെക്കോട്ട് ഈ കേരള കോൺഗ്രസിൻ്റെ ഭാവി എന്താണെന്നുള്ളത് വളരെ നിർണായകമായിരിക്കും ഈ ഇലക്ഷനിൽ. പ്രത്യേകിച്ച് കോട്ടയത്തെ റിസൾട്ട് എന്തായാലും ശരി തന്നെ. അത് കാരണം കേരള കോൺഗ്രസ് എന്ന് പറയുന്നൊരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കാരണം പ്രധാനമായിട്ട് അതിൻ്റെ ഒരു കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറഞ്ഞാൽ ഈ ക്യാഷ് ക്രോപ്പുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഈ ക്യാഷ് ക്രോപ്പിനകത്ത് ഇവർക്ക് ഒരു തീരുമാനവും എടുക്കാൻ പറ്റാത്ത നിലയിൽ അതിൻ്റെ പ്രൈസിങ്ങും അതിൻ്റെ വില നിശ്ചയവും എല്ലാം ഗ്ലോബലി ഇതായി ചെയ്യുന്നു. പിന്നെ ഇവർക്ക് ആ നിലയിലേക്ക് ഒരു പുതിയ ജനറേഷൻ ഇത് ഇൻഹെറിറ്റ് ചെയ്തതുമില്ല. കേരളത്തിനകത്തുനിന്നുള്ള ഈ മൈഗ്രേഷൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ഇതാണ്. അപ്പം പൊളിറ്റിക്കലി ഇവർ എവിടെ ആങ്കർ ചെയ്യുമെന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. അതെനിക്ക് തോന്നുന്നു ഈ ഇലക്ഷനിൽ അത് ഏത് നിലയിൽ ഇപ്പം കോട്ടയത്ത് മണിയുടെ കേരള കോൺഗ്രസ് ആണോ ജോസഫിൻ്റെ വിജയിക്കുമെന്നുള്ള രണ്ടിൽ ആര് വിജയിച്ചു കഴിഞ്ഞാലും അത് വളരെ നിർണായകമായിട്ട് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അത് ആ സീറ്റ് വിജയിക്കണം. പിന്നെ ഈ പറയുന്ന പത്തനംതിട്ട, ഇടുക്കി, ഈ ജില്ലകളിലൊക്കെയുള്ള UDFൻ്റെ പെർഫോമൻസിനെ അനുസരിച്ചിട്ടായിരിക്കും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു അടുത്ത ഒരു ഘട്ടം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. UDFിൽ മാത്രമല്ല LDFിലും. കാരണം ഇതിനകത്ത് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായി വരുന്ന ഒരു വലിയ BJP ആഭിമുഖ്യമുണ്ട്. ഇതിൽ തടഞ്ഞു നിർത്തുന്ന പ്രധാനമായിട്ടും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ്. UDFിലുള്ള കേരള കോൺഗ്രസ് അവിടെയുണ്ട്. പക്ഷേ ഇത് പ്രധാനമായിട്ടും അവരാണിപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചാഴികാടിൻ്റെ വിജയം ഈസ് വെരി ക്രിട്ടിക്കൽ ഫോർ ദം, അവരുടെ സർവൈവൽ. അതല്ല എങ്കിൽ ഇടതുമുന്നണി അവർക്ക് ഒരു അന്തസ്സോടുകൂടി നിലനിൽപ്പ്, അന്തസ്സെന്ന് പറഞ്ഞാൽ അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് ഉണ്ടായില്ല എങ്കിൽ അതൊരു വലിയ സേതു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വലിയൊരു കേരള കോൺഗ്രസ് ഡിസ്ഫങ്ഷണലാകുന്ന ഒരവസ്ഥ വരും. അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ അവസാന ഭാഗത്തേക്ക് പോകാം. ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് സമയം എടുത്തു. ഇപ്പോൾ തന്നെ എനിക്ക് പ്രത്യേകമായിട്ട് ചോദിക്കാനുള്ളത്, അത് ഈ പറഞ്ഞ 4 കാര്യങ്ങളൊന്ന് മാറിയിട്ടുള്ളത് വടകര എന്ന് പറയുന്നൊരു ലോക്സഭാ മണ്ഡലമാണത്. ഈ ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാണ് പല കാരണങ്ങൾ കൊണ്ട്. എനിക്ക് തോന്നുന്നത് പ്രത്യേകമായിട്ട് എടുത്തിട്ട് അതിൻ്റെ അവിടെ നടന്ന കാര്യങ്ങളൊന്ന് പരിശോധിച്ച് സംസാരിച്ച് പോകണമെന്നാണ്. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ടതല്ലോ. അവിടുത്തെ കാര്യങ്ങൾ ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും തമ്മിൽ വലിയ ശക്തമായ മത്സരമായിരുന്നു. ഈ ഇലക്ഷൻ നടന്നതിന് ശേഷം, വോട്ടിംഗ് നടന്നതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്ന ആ മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വടകരയിലെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരിക്കും എന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. അത് ഈ നിലക്കുള്ള ചർച്ചയുണ്ടല്ലോ, ഇപ്പോൾ ഒരു വർഗീയ സംഗതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ച
സത്യത്തിൽ ആവശ്യമുള്ളതാണോ? ശൈലജ ടീച്ചർക്കെതിരെ ഉണ്ടായ വ്യക്തിപരമായ ആക്രമണം എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാനത് അതിൻ്റെ അകത്ത് നിങ്ങൾ വീഡിയോ എവിടെയാണെന്നുള്ളതല്ല പ്രശ്നം. നമുക്ക് നമ്മുടെ പൊതുമണ്ഡലത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ഒരു കാരണവശാലും നേരിടാൻ പറ്റാത്ത ആക്രമണം അവർ നേരിട്ടിട്ടുണ്ട്. അത് തടയാനുള്ള ഉത്തരവാദിത്വം ഷാഫിക്കുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഇത് എനിക്ക് ശരിക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്നെ ഏറ്റവും വ്യക്തിപരമായി വിഷമിപ്പിച്ച ഒരു കാര്യം ഈ വടകരയിലുണ്ടായ സംഭവവികാസങ്ങളാണ്. മുൻകാലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു, തീർച്ചയായിട്ടും നാദാപുരം പോലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്, എന്നാൽ പോലും ഇത്തരത്തിലുള്ള ഒരു അവസാന ലാപ്പിൽ ഇങ്ങനെ വലിയൊരു വർഗീയ പ്രചാരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടായത്. അതിൽ ജേക്കബ് പറഞ്ഞുകൊണ്ട് എനിക്ക് പൂർണ്ണമായും യോജിപ്പാണ്. മുഖമില്ലാത്തവരായിക്കോട്ടെ ആരായിക്കോട്ടെ, പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടായ വളരെ വർഗീയമായ പ്രചാരണങ്ങൾ, ഇപ്പോൾ ഈ പറയുന്ന ഈ പിന്നെ കാഫിർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതൊക്കെ ഫേക്കാണെന്ന് ഷാഫി പറയുന്നു. പക്ഷേ എന്താണ് ഫേക്ക്, ഇതാരുണ്ടാക്കി, അത് ഫേക്കാണ് എന്ന് ഒന്നും അങ്ങനെ നമുക്ക് പറയില്ലല്ലോ. അതപ്പം ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളിലേക്ക് പോകുന്നത്, ഇലക്ഷൻ വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥി ജയിക്കും, മറ്റൊരാൾ തോൽക്കും. പക്ഷേ അത് കഴിഞ്ഞാലും മനുഷ്യർക്ക് ജീവിക്കണം. അത് കഴിഞ്ഞാലും അവിടെ ഇപ്പോഴുള്ള വടകരയുടെ ഒരു പ്രത്യേകത, വടകര എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നിയമസഭാ മണ്ഡലങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്ന ഒരു പാരമ്പര്യമുള്ള സ്ഥലമല്ല വടകര. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ആളുകളുടെ ഇടയിൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്ന തരം പ്രചാരണങ്ങളിൽ നിന്നും ഇരു മുന്നണികളും അവരുടെ അണികളെ എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. ലേക്ക് വരാം. അതിന് മുമ്പ് അതിൽ എൻ്റെ കൂടെ മണ്ഡലമാണ്, അതുകൊണ്ട് എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ ഗ്രാൻഡി സെക്സ് എന്ന് പറയുന്നൊരു വാക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, വടകര ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചർച്ചയായി എന്നത് തന്നെയും അത് അത്രക്ക് ഭീഷണവും ഭീകരവുമായൊരു കാര്യമാണ്. അങ്ങനെ ഒരു സംഗതിയെ വരാൻ പാടില്ലായിരുന്നു. വന്നാൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിപക്ഷത്തെ ആളുകൾ, സ്ഥാനാർത്ഥി അടക്കം ആ കാര്യങ്ങൾക്കെതിരെ, കാരണം ഇത് കുട്ടികളടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ആകെപ്പാടെ ശ്രദ്ധിക്കുന്ന ഒരു വലിയ ഇവൻ്റാണല്ലോ തെരഞ്ഞെടുപ്പ്. അവിടെ അത്രമേൽ ബഹുമാന്യമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി ഒരാൾ വന്ന് മത്സരിക്കുമ്പോൾ ഇങ്ങനെയൊന്നുള്ള വർത്തമാനമേ വരാൻ പാടില്ലായിരുന്നു. രണ്ട്, അവിടെ ഈ പറയുന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് കൊണ്ട് മുസ്ലിങ്ങളാകെപ്പാടെ വോട്ട് ചെയ്ത് ഞങ്ങളെ സ്ഥാനാർത്ഥി ജയിക്കും എന്നൊരു തോന്നൽ ആ ഭാഗത്തുള്ള UDFൻ്റെ ഭാഗത്തുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. അത് അവർ പരസ്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് ശരിയല്ലാത്ത കാര്യമായി എന്നത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതൊന്നും തന്നെ തടയാൻ ഷാഫി ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഷാഫിയുടെ പ്രശ്നമുണ്ട്. ഇത് പറഞ്ഞ പോലെ അത് ഞാൻ ആദ്യമേ വിചാരിച്ചതാണ്. ടീച്ചറെ വ്യക്തിപരമായ ആക്രമണം വന്നപ്പോൾ തന്നെ ഷാഫി അത് തടയേണ്ടതായിരുന്നു. അവിടെ ഇതല്ല നമ്മൾ ചെയ്യാൻ വേണ്ടി, ഞാൻ ഇതിനല്ല വടകരയിലേക്ക് വന്നതെന്ന് ഉറപ്പിച്ച് പറയാനുള്ള ഉത്തരവാദിത്വം ഷാഫിക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ ഷാഫി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തുടക്കത്തിൽ എടുത്തുവെങ്കിൽ ഒരുപക്ഷെ ഷാഫിയുടെ വിജയം ഒരുപക്ഷെ ഉറപ്പായിരുന്നു. ശരിക്കും എനിക്ക് തോന്നുന്നു ലോക്സഭാ ഇലക്ഷനിലെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നമ്മൾ അപകടകരമായിട്ടുള്ള ചർച്ചകൾ നടന്ന സ്ഥലമായിട്ട് ലോക്സഭാ മണ്ഡലത്തെ കാണണം വടകര എന്നാണ് എനിക്ക് തോന്നുന്നത്. കേട്ടോ, ശ്രീധരൻ കൂടെ പറഞ്ഞ അല്ല, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അത് കേരളം പോലുള്ളൊരു സ്ഥലത്ത് അങ്ങനെയുള്ളൊരു ക്യാമ്പയിൻ ഒരിക്കലും ഉണ്ടാവരുതായിരുന്നു എന്നുള്ളത്. ഈ രണ്ടു കൂട്ടരും അത് ചെയ്തിട്ടുള്ളത് വളരെ ഒരു കേരളം എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അപകടകരമായ ഒരു സിഗ്നലാണത്. അത് ഈ രണ്ട് മുന്നണിയിലുള്ള പാർട്ടികളും അതിനെക്കുറിച്ച് വളരെയധികം ബോധവാന്മാരായിരിക്കണമെന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് വടകര നൽകുന്ന പാഠം എന്ന് പറയുന്നത്. അത് ആര് ജയിച്ചാലും. പക്ഷേ ഈ രണ്ടു കൂട്ടരും എന്ന് നമ്മൾ പറയുമ്പോഴേ, ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത് ഇലക്ഷന് ശേഷമാണ് കൂടുതലായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവിടൊരു വർഗീയ കളി ഷാഫി നടത്തി എന്നുള്ളൊരു രീതിയിൽ സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിക്കുന്നൊരു സ്ഥലമുണ്ടായി. പക്ഷേ അവിടെ ശൈല ടീച്ചർ വന്ന ഡേ 1 മുതൽ ടീച്ചറെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന, ഈ പറയുന്ന രീതിയിൽ കോവിഡ് കള്ളി എന്നെല്ലാം വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു നിര. അതായത് പ്രത്യേകിച്ച് അവിടെ അറിയാം, നമുക്കവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ ഈ കോൺഗ്രസിനേക്കാൾ സംഘടനാ ശക്തി കൂടുതൽ ലീഗിനാണ്. RMPയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനം അവിടെ കാണാം. അവരെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണിത്. കുറച്ചു കാലം, അതായത് TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം അവിടെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇതേപോലെ മറ്റേ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ജയിച്ചിട്ടുള്ളൂ, LDF ജയിച്ചിട്ടില്ല. അങ്ങനൊരു ചരിത്രമുണ്ട്. ഈ വിഷയത്തിൽ അവിടെ ശൈല ടീച്ചറെ പോലെ ഒരാൾ വന്ന് നിന്ന് അവിടെ വിജയം കൈവരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷയം പോലും അപ്രസക്തമായി പോകുമോ എന്നുള്ള ഭയം RMPക്കുണ്ട്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചുള്ള അഭിമാന പോരാട്ടവുമാണ്. അത് കാരണം തന്നെ ടീച്ചർ വന്ന ദിവസം മുതൽ ആരംഭിച്ചതാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഈ പറയുന്ന പേഴ്സണലായിട്ടുള്ള അറ്റാക്ക്. ഇതെന്ന് പറയുന്നത് ഒരു കേരളത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു വനിതാ നേതാവിനെതിരെ ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ആക്രമണം നടത്തുക എന്നുള്ളത് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. ഇതിനോട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഷാഫി പ്രതികരിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നവുമാണ്. അത് കാരണം തന്നെ ഞാൻ ഇതിനെ ഈ ഇരു കൂട്ടരും ചെയ്തത് എന്നുള്ളത് എന്നെ ഞാൻ ഒരിത്തിരി താത്തിയെ പിടിക്കുള്ളൂ. കാരണം ഇത് ആരംഭിച്ചതും
അതിൻ്റെ ഒരു വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോയതും UDF-ന്റെ ഭാഗത്തു നിന്നാണ്. അവസാന ഘട്ടത്തിൽ LDF-ഉം ചെയ്തിട്ടുള്ള ഒരു സംശയവുമില്ല. പക്ഷേ അതിൽ വലിയൊരു പ്രാഥമികമായ ഉത്തരവാദിത്തം UDF-നുണ്ട്. വലിയൊരു ഷാഫി വരുന്നതിന് മുമ്പ് തുടങ്ങിയിരുന്നത്. ഷാഫി വരുന്നതിന് മുമ്പേ ആരംഭിച്ചു. PPE കിറ്റുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാതെ അഴിമതിക്കാരി എന്നങ്ങ് ഒരു ആരോപണം പോലും അവരുടെ പുറത്തില്ല. എന്നിട്ടാണ് അത് നീചമായിട്ടുള്ള ഒരു കാര്യം. അതുപോലും രാഷ്ട്രീയമായിട്ട് ഇവർ ശ്രമിക്കാന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇങ്ങോട്ടൊക്കെ എത്തുമ്പോഴേക്ക് അത് പിന്നെ ശരിയല്ല. രണ്ടു കൂട്ടരും കൂടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും LDF ഇത് നിർത്താനുള്ള മുൻകൈ എടുക്കണം. ഭരിക്കുന്ന ആളുകൾ അതാണ്. ആ ട്വീറ്റ് ഉണ്ടല്ലോ, അത് കാഫിർ എന്ന് പറഞ്ഞത് നമ്മൾ കണ്ട ഏറ്റവും നീചമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആരെ എഴുതി എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് ആരായാലും അവരെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് വളരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വർത്തമാനമാണ് അവസാന ദിവസമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ഏറ്റവും വലിയ നാണക്കേട് ശൈലജ ടീച്ചർക്കെതിരായി നടന്ന ഈ ലൈംഗിക ചുവയോട് കൂടിയിട്ടുള്ള ആക്രമണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ചും സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരാൻ ഇത്രയേറെ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സമയത്ത് വലിയൊരു കളങ്കമായി തന്നെ അത് ബാക്കിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്.